വാട്ട് ഈസ് യുവർ മിനിസ്ട്രി? നിൻ്റെ വിളി എന്താണ്? ഓരോ വ്യക്തിയെയും ദൈവം സൃഷ്ടിക്കുമ്പം ദൈവത്തിന് ഓരോ പ്ലാനുണ്ട്. സങ്കീർത്തനം 139 പറയുന്നുണ്ട്, യു ആർ വണ്ടർഫുള്ളി ആൻഡ് ഫിയർഫുള്ളി മെയ്ഡ്. അത് അമ്മയുടെ ഉദരത്തിൽ, അമ്മയുടെ പിണ്ടാരത്തിലാകുമ്പോൾ തന്നെ നീ എന്നെ അറിഞ്ഞിരിക്കുന്നു. മഹത്വവും അഗോചരവുമായിട്ട് നീ എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. ചെറിയ കാര്യമാണോ ഇത്? എങ്ങനെയാണ് സൃഷ്ടിച്ചത്? മഹത്വം അഗോചരമായിട്ട്. ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ ദൈവം നമ്മളെ സൃഷ്ടിച്ചിട്ട് ദൈവത്തിന് വേണ്ടി ജീവിക്കേണ്ട നമ്മൾ മാറി ജീവിച്ചാൽ ദൈവം എത്രമാത്രം കരയില്ലേ? കർത്താവിൻ്റെ സങ്കടം ചെറുതൊന്നുമല്ല. തൻ്റെ ഛായനും സ്വരൂപത്തിനും തൻ്റെക്ക് വേണ്ടി സൃഷ്ടിച്ച ജനത ദൈവത്തിൽ നിന്ന് മാറിപ്പോകുന്നവന് സഹിക്കത്തില്ല. ഇവിടെ 139 സങ്കീർത്തനം വളരെ പ്രധാനപ്പെട്ടാണ് വായിക്കുകയാണ്. 15, ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങളിൽ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ. ഒരു ശിശു ഉണ്ടാകുന്നതിൻ്റെ കാര്യം, അത് ഒരു പുരുഷൻ്റെ ബീജവും സ്ത്രീയുടെ എഗ്ഗും കൂടെ ചേരുന്ന ആ ഒരു സന്ദർഭത്തിന് മുൻപേ ദൈവം കണക്ക് കൂട്ടി എഴുതി ചൊല്ലി വ്യക്തമായിട്ടും തീരുമാനമെടുത്തിട്ടാണ് ഒരു പൈതൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ എങ്ങനെയുണ്ടാകുന്നത്? കുഞ്ഞുങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവരെക്കുറിച്ചുള്ള പദ്ധതി ദൈവത്തിൻ്റെതാണ്, നമ്മുടേതല്ല. ഒരു ശിശു ഉണ്ടാകുന്ന ഉദരത്തിൽ വെച്ച് ആദ്യത്തെ കൺസെപ്ഷനെ വെച്ച് തന്നെ ആ കുഞ്ഞിന് ജീവനുള്ളതായിട്ട് നമ്മൾ കാണണം. അങ്ങനെയാണ് വചനം എഴുതിയിരിക്കുന്നത്. എങ്ങനെയാണ്? ഭൂമിയുടെ അധോഭാഗങ്ങളിൽ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും. അതാണ് നമ്മൾ അറിയുന്നില്ല എപ്പോഴാണ്. രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങൾ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ അസ്ഥികൂടം നിനക്ക് മറവായിരുന്നില്ല. എല്ലാം അറിയുന്ന ഒരു ദൈവം. ഇത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, അതായത് പുതിയ നിയമം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ 1500 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയിരിക്കുന്ന ഭാഗമാണ്. അപ്പോൾ ഏകദേശം 3500 വർഷങ്ങൾക്ക് മുമ്പുള്ള വാക്യങ്ങളാണ് നമ്മൾ ഓർക്കുന്നതെന്ന് ഓർക്കണം. ദൈവത്തിൻ്റെ ആത്മാവിൽ ഇത്ര വിശ്വസ്തമായിട്ട് അന്ന് എഴുതിയിരിക്കുന്നു. എൻ്റെ അസ്ഥികൂടം നിനക്ക് മറവായിരുന്നില്ല. ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ നിൻ്റെ കണ്ണെന്നെ കണ്ടു. നിയമിക്കപ്പെട്ട നാളുകൾ ഒന്നുമില്ലായിരുന്നപ്പോൾ അവയെല്ലാം നിൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. ദൈവം നമ്മളെക്കുറിച്ച് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു, വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. എൻ്റെ പേര് വേദപുസ്തകത്തിൻ്റെ താളുകളിൽ ഉണ്ടെന്ന്. നിയമിക്കപ്പെട്ട താളുകൾ ഒന്നുമില്ല. അതായത് നമ്മൾ ഭൂമിയിൽ ഉണ്ടാകുന്നതിന് മുമ്പ് ദൈവം എന്നെക്കുറിച്ച് നിങ്ങളെക്കുറിച്ചും കണ്ടിട്ടുണ്ട്. എൻ്റെ വില എന്താ? അതായത് നമുക്ക് നമ്മളെക്കുറിച്ചുള്ള വില അറിയണം. ചുമ്മാതുണ്ടായതല്ല, ദൈവം നിയോഗിച്ചയച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. അതിനൊരു മഹത്വമുണ്ട്. ദൈവത്തിൻ്റെ കൂടെ ഇരിക്കേണ്ടിവരാ. ഒരു ഭാര്യയോട് ഒരു ഭർത്താവിൻ്റെ അടുക്ക ഒരു ഭാര്യ ഇരിക്കണം. ഒരു രാജാവിൻ്റെ അടുക്ക ഒരു രാജ്ഞി ഇരിക്കണം. ഒരു ബ്രൈഡ് ഗ്രൂമിൻ്റെ അടുക്കൽ ഒരു ബ്രൈഡ് ഇരിക്കണം. അതൊരു ഓടി ഈ തേനീച്ച പോലെ ഓടി നടക്കേണ്ട ആവശ്യമില്ല. ഒത്തിരി മാറാനിരിക്കുന്ന ചിന്തകളിൽ ഒത്തിരി മാറാനിരിക്കുന്നു. വീട്ടിനകത്ത് അനുഗ്രഹിക്കപ്പെട്ട മുന്തിരിവള്ളിയായിട്ട് ഭാര്യ നിൽക്കണം. മക്കൾ മേശയ്ക്ക് ചുറ്റും അനുഗ്രഹിക്കപ്പെട്ട ഒലിവ് വൃക്ഷം. പലർക്കും ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും നമുക്കെല്ലാം ഇത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഈ മോഡേൺ കൺസെപ്റ്റ് വന്ന് ഭാര്യ ഭർത്താവും രണ്ടുപേരും ജോലി ചെയ്താലേ ജീവിക്കാനൊക്കത്തുള്ളൂ. പിന്നെ മക്കളുടെ പഠിത്തം ശരിയാക്കണം. അതിന് പഠിത്തത്തിൻ്റെ ചിലവ് കേട്ടാൽ മനുഷ്യൻ്റെ തല തെറിച്ചു പോകും. അങ്ങനെയുള്ള ചിലവുള്ള സ്കൂള് തൊട്ട്, അതായത് നഴ്സറി തൊട്ട് എത്രയോ ലക്ഷം കൊടുത്താലേ അഡ്മിഷൻ കിട്ടത്തുള്ളൂ. അങ്ങനെ ഒരു കാലാവസ്ഥയിൽ എന്നതാണ് എന്നിട്ട് മനുഷ്യത്വം ഉണ്ടോ? ഇല്ലതാനും. ഇതൊക്കെ പഠിപ്പിച്ചു വെച്ചിട്ട് അപ്പനമ്മമാർ രണ്ടുപേരും കഷ്ടപ്പെട്ടാലും വീട്ടിലൊന്നുമില്ല. കുഞ്ഞുങ്ങൾക്ക് ഒരു ഭാരം ആകുന്നതിന് മുമ്പേ അമ്മയപ്പനും രണ്ടായിട്ട് മാറും, ചിന്നി. കാരണം സ്ട്രെസ് ഈസ് സോ മച്ച്, ടു മച്ച്. ഭാര്യയ്ക്ക് സ്ട്രെസ്സ്, ഭർത്താവിന് അതിൽ കൂടുതൽ സ്ട്രെസ്സ്. മക്കൾക്ക് എന്ത് ചെയ്യണമെന്നറിയാമോ? അവർ അനാഥരായിട്ട് അവിടെയല്ല ഇവിടെയല്ല. അവർക്ക് എന്നാൽ അപ്പനും അമ്മയും വല്യപ്പച്ചനും വല്യമ്മച്ചുള്ള വീടുകളിലാണെങ്കിൽ അവർക്കൊരു കംഫർട്ട് സോണുണ്ട്. ഈ കൊച്ചു പൈതങ്ങൾക്ക് എന്ത് പ്രശ്നത്തിനും ഒരു കണ്ടീഷൻ കൂടാതെ സ്നേഹിക്കുന്ന ഒരു വല്യപ്പച്ചനും വല്യമ്മച്ചി ആ ഭവനത്തിലുള്ളത് ഒരൈസ്. ഇതൊക്കെ ദൈവത്തിൻ്റെ കൽപ്പനയും ദൈവത്തിൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ള പ്ലാനും ഇതൊക്കെ തന്നെയാണ്. പക്ഷെ നമ്മളത് മനസ്സിലാക്കാതിരുന്ന എന്ത് ചെയ്യും?
ദൈവത്തിൻ്റെ ബുദ്ധി നമ്മൾ മനസ്സിലാക്കാതെ നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് വിട്ടുകൊടുക്കരുത്. ഗലാത്യർ 4:19 ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവവേദനപ്പെടുന്നവരായ എൻ്റെ കുഞ്ഞുങ്ങളെ ഇന്ന് നിങ്ങളുടെ അടുക്കലിരുന്ന് എൻ്റെ ശബ്ദം മാറ്റുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ കൊള്ളായിരുന്നു, ഞാൻ നിങ്ങളെക്കുറിച്ച് വിഷമിക്കുന്നു. പൗലോസ് എഴുതിയിരിക്കുകയാണ്, ഗലാത്യർക്ക് എഴുതിയാണ്, ഞാൻ നിങ്ങളെ യേശു ക്രിസ്തുവിൽ പൂർണ്ണമായിട്ടും ക്രിസ്തുവിലാകുന്നിടം വരെ ഞാൻ പ്രസവവേദന അനുഭവിക്കുക. ചെറിയ കാര്യമൊന്നുമാണ്, അവർ വഹിച്ചുകൊണ്ട് നടക്കുകയാണെന്നല്ലേ അതിൻ്റെ അർത്ഥം. ഞാൻ നിങ്ങളെക്കുറിച്ച് വിഷമിക്കുകയാണ്. പൗലോസിന് വേദനയാണ്. അതുതന്നെയാണ് ഏതൊരു അപ്പനും അമ്മയ്ക്കും ദൈവത്തെ അറിയുന്നവർക്ക് ക്രിസ്തുവിൽ നിന്ന് മക്കൾ മാറിയാൽ അവർക്ക് വേദനയുണ്ട്. അത് നിലനിൽക്കത്തില്ല. അതുകൊണ്ട് ദൈവം വിളിച്ചു പറയുകയാണ്, പറയിപ്പിക്കുകയാണ്. ഹൃദയങ്ങളെ അറിയുന്ന ദൈവം. മിനിസ്ട്രി എന്താണ് നിൻ്റെ മിനിസ്ട്രി? എന്താണ് നിൻ്റെ വിളി? 42 യെശയ്യാ അതിനകത്ത് എഴുതിയിരിക്കുന്നുണ്ട് വ്യക്തമായിട്ടും. 42 ഏകദേശം 6 തൊട്ട് യഹോവയെ ദൈവം ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. ഇത് പല പ്രാവശ്യം എന്നെ കൊണ്ട് വായിപ്പിക്കുന്നതാണ്. കുരുട്ട് കണ്ണുകളെ തുറപ്പാനും ബദ്ധന്മാരെ കുണ്ടറയിൽ നിന്നും അന്ധകാരത്തിൽ ഇരിക്കുന്നവരെ കാരാഗ്രഹത്തിന് വിടുവിപ്പാനും യഹോവയെ ഞാൻ നിന്നെ നീതിയോടെ വിളിച്ചിരിക്കുന്നു. ഞാൻ നിൻ്റെ കൈ പിടിച്ച് നിന്നെ കാക്കും, നിന്നെ ജനത്തിൻ്റെ നിയമവും ജാതികളുടെ പ്രകാശവുമാക്കും. ഞാൻ യഹോവ, അത് തന്നെ എൻ്റെ നാമം. എന്നാൽ ജനത്തിനൊരു നിയമം വേണമെങ്കിൽ ഒരു വ്യക്തി വേണമെന്ന് ദൈവത്തെ അറിയുന്നത്. ദെബോറ എന്ന് പറഞ്ഞ ഒരൊറ്റ സ്ത്രീയാണ് ഇസ്രായേൽ ജനതയെ ജയിക്കാൻ ദൈവം ഉപയോഗിച്ച സ്ത്രീ. എസ്തേർ എന്ന് പറഞ്ഞ ഒരൊറ്റ സ്ത്രീയാണ് യഹൂദന്മാരെ മുഴുവൻ രക്ഷിക്കാൻ ഉപയോഗിച്ചത്. ഓർക്കണം, സ്ത്രീകളെ ഉപയോഗിച്ചിട്ടുണ്ട്, പുരുഷന്മാരെ ഉപയോഗിച്ചിട്ടുണ്ട്. ദാനിയേൽ എന്ന ഒരാൾ, സമൂവേൽ, അങ്ങനെ പലരുമുണ്ട്. അപ്പം ദൈവം പറയുന്നത്, ഞാൻ യഹോവ, അത് തന്നെ എൻ്റെ നാമം. ഞാൻ എൻ്റെ മഹത്വം മറ്റൊരുത്തിനും എൻ്റെ സ്തുതി വിഗ്രഹങ്ങൾക്കും വിട്ടുകൊടുക്കത്തില്ല. പണ്ട് പ്രസ്താവിച്ചത് ഇതാ സംഭവിച്ചിരിക്കുന്നു, ഞാൻ പുതിയത് അറിയിക്കുന്നു, അത് ഉത്ഭവിക്കുന്നതിന് മുമ്പേ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നു. ദൈവത്തിന് വലിയ പ്ലാനുണ്ട് നമ്മളെക്കുറിച്ച്. ഭർത്താവിൻ്റെ പ്ലാൻ അറിയാൻ വയ്യാതെ നമ്മൾ ചുമ്മാതെ ദൈവത്തിന് ഒരു പ്ലാനും ഇല്ല, ഞാനങ്ങനെ എന്നെ ആരും അറിയുന്നില്ല, എനിക്കൊരു വിളിയില്ല എന്നൊക്കെ പറയുന്നവരോട് കർത്താവ് വ്യക്തമായിട്ട് സംസാരിക്കുകയാണ്. എല്ലാവരെക്കുറിച്ചും ഒരു വിളിയുണ്ട്. എൻ്റെ ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയിലെയും ഉള്ളിലിത് വന്ന് വചനം ചെന്ന് കൊണ്ടിട്ട് അത് പ്രവർത്തിക്കത്തക്ക വിധത്തിൽ ദൈവം രൂപാന്തരപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെയാണ് യെശയ്യാ 66:9 പറയുന്നത്, ഞാൻ പ്രസവദ്വാരത്തിൽ വരുത്തിയിട്ട് പ്രസവിപ്പിക്കാതെ ഇരിക്കുമോ എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. പ്രസവിക്കുമാറാക്കിയിട്ട് ഞാൻ ഗർഭപാത്രം അടച്ചു കളയുമോ എന്ന് നിൻ്റെ ദൈവം അരുളിച്ചെയ്യുന്നു. ദൈവം പറയുന്നു, ഞാനാണ് നിന്നെ സൃഷ്ടിച്ചത്, എനിക്ക് നിന്നെക്കുറിച്ച് പ്ലാനുണ്ട്. അതിന് ആദ്യം വിനയപ്പെട്ടിട്ട് ഇത് സ്വീകരിക്കാൻ വേണ്ടിയത്. നമ്മളോട് ദൈവം പറയുന്നത് ഈ 1 യോഹന്നാനിൽ അല്ല, യോഹന്നാനിൽ പറയുന്നുണ്ട് 1 യോഹന്നാനിൽ, എന്തിനാണ് നമ്മൾ ഈ ഭൂമിയിൽ ഇപ്പോൾ നമ്മളെ ആക്കിയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ദൈവത്തിങ്കിൽ നിന്ന് ജനിച്ചവരാരും പാപം ചെയ്യുന്നില്ല, അവൻ്റെ വിത്തും അവനിൽ വസിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യാൻ കഴിയയില്ല. ദൈവം പുത്രനെ അയച്ചത് പാപത്തിൻ്റെ കെടുതിയിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ. എന്തിനാ? പിശാചിൻ്റെ പ്രവൃത്തികളിൽ നിന്ന് നമ്മളെ രക്ഷിച്ചിട്ട് നമ്മൾ ദൈവത്തെ മനസ്സിലാക്കിയിട്ട് നമ്മുടെ അടുത്ത തലമുറകളോട് ഇത് പാസിറ്റോൺ. പ്രായം ചെന്നവർ അടങ്ങിയിരിക്കല്ലേ, ദൈവം ഇത് എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കണേ. എൻ്റെ ഈ വചനം കേൾക്കുന്ന കുടുംബങ്ങളോട് ഞാൻ അധികാരമായിട്ട് പറയുകയാണ്, എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുക. അറിയാമെങ്കിൽ ഞാനീ പറയുന്നത് കേട്ടിട്ട് എല്ലാ വാക്യങ്ങളും കൊട്ടേഷൻ ഇട്ടാണ് ഞാൻ പറയുന്നത്. ഒരെണ്ണം പോലും വചനം ഏറ്റിട്ട് ഏത് വാക്യമെന്ന് പറയാതെ ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് വചനം നിങ്ങൾക്ക് എല്ലായിടത്തിലും വചനം കൊട്ടേഷൻ എഴുതിയിട്ട് അത് വായിച്ച് നിങ്ങളുടേതാക്കണം. അല്ലെ പല പ്രാവശ്യം ഇത് കേൾക്കണം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ കൂടെ ഹേമിക്കുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ അങ്ങേയറ്റം അനുഗ്രഹിക്കാനും സ്നേഹിക്കാനും കരുതുന്നാനും നിൽക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ ഒരു ശബ്ദമൊന്ന് അനുസരിച്ചാൽ പല കഷ്ടങ്ങളിൽ നമുക്ക് തലമുറകളെ രക്ഷിക്കാൻ സാധിക്കും. നമുക്ക് രക്ഷിക്കാൻ സാധിക്കും നമ്മളെ തന്നെ. നമുക്ക് വരുന്നുകൊണ്ടിരിക്കുന്ന അല്ലേ വരുന്ന പല ആവശ്യമില്ലാത്ത കലഹങ്ങളും യേശുവിൻ്റെ ശബ്ദം വ്യക്തമായിട്ട് കേൾക്കാത്തത് കൊണ്ടല്ലേ. നമുക്കൊരു ഉടമ്പടി എടുക്കാം. കർത്താവേ, ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു നിൻ്റെ മുമ്പിൽ. നിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ ഹൃദയത്തിൽ പൂർണ്ണമായിട്ട് ഈ വർഷം വസിക്കണം. നിനക്കിഷ്ടമില്ലാത്ത ഒന്നും ഞാൻ ചെയ്യാൻ പോകരുത്. വേണ്ടാത്തതിൻ്റെ വാതിൽ കൊട്ടി അടയ്ക്കണം. ദൈവഹിതമല്ലാത്ത അടഞ്ഞു പോകണം. ഞാനും എൻ്റെ കുടുംബം ഞങ്ങൾ യഹോവയെ സേവിക്കും. ഇതൊക്കെ 26 തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ദൈവത്തോട് പറയാം. ദൈവം ഇത് മാനിക്കും. ദൈവം നമ്മളെ അനുഗ്രഹിക്കാൻ എഴുന്നള്ളി വന്നിരിക്കുകയാണ്. അവൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ നിൽക്കുകയാണ്. ഒട്ടും മാറാതെ നിൽക്കുന്ന ഒരു സ്നേഹമാണ് അവനിൽ നമ്മളിലേക്ക് പകർന്നുകൊണ്ടേയിരിക്കുന്നത്. അത് പറയുന്നുണ്ടല്ലോ, ഈ യോഹന്നാനകത്ത് 1 യോഹന്നാനകത്ത് പറയുന്നുണ്ട്,
5:4 ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. നമ്മൾ ജയിച്ച കൂട്ടത്തിലാണ്. ആണ് നമ്മൾ ദൈവത്തോട് ഒട്ടി നിൽക്കുക. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. കണ്ട, അബ്രഹാം വിശ്വസിച്ചത് നീതി. പല കാര്യങ്ങളും നമുക്ക് ഉടനടി ഉത്തരം കിട്ടിയില്ലെന്നിരിക്കും, അത് പ്രശ്നമല്ല. പക്ഷേ ഈ വിശ്വാസം ദൈവം മാനിക്കും. ഇന്ന് ഈ ഒരു തലമുറ കഴിഞ്ഞാൽ അടുത്ത തലമുറ ഇത് ചെന്ന് വീഴും. മരിച്ചു പോയിട്ടുള്ള വല്യമ്മച്ചിമാരുടെ പ്രാർത്ഥനയുടെ ബലം ഞാൻ അനേകം മക്കൾ എൻ്റെ കൂടെ പ്രാർത്ഥിക്കുന്നവരിൽ കാണുന്നുണ്ട്. കാരണം അത് എവിടെ പോകാൻ ആ നദി തുടങ്ങിയത് ദൈവം നിർത്തൂല. അറിയാമോ? നമ്മളൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അറിയാം, ഒരു വരണ്ട് ചിലർക്ക് വേണ്ടിയൊക്കെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഈ കണ്ടം ഇങ്ങനെ വിണ്ടുകീറി കിടക്കത്തില്ലേ, അയ്യോ, അങ്ങനെ ചിലത്തെ അവസ്ഥ ഞാൻ കണ്ടിട്ടുണ്ട്. അന്നേരം ഞാൻ പലപ്പോഴും പറയും, എൻ്റെ ദൈവമേ എവിടെയാണ് തുടങ്ങേണ്ടി, വെള്ളം ഒഴിക്കപ്പിച്ചാന്ന് പറയും. ചിലരൊന്നും നമ്മുടെ വിശ്വാസത്തിൽ പെടാത്തവർക്കാണ് കൂടുതൽ അങ്ങനെ കാണുന്നത്. അവരൊക്കെ അവിടെ തന്നെ അവരുടേതായിട്ടുള്ള സ്വയകഴിവിൽ അങ്ങ് പോകും. നമുക്ക് അവരെ പിടിച്ചുകൊണ്ട് വരാൻ പാടാം. പക്ഷെ നമ്മുടെ കൂട്ടത്തിലും ഉണങ്ങി വരണ്ട് ആകുന്നതിന് മുമ്പ് നമുക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടേയിരിക്കാം. ദിനം പ്രതി വെള്ളം ഒഴിക്കുക. നമ്മുടെ പ്രാർത്ഥന ചെല്ലട്ടെ. നമുക്ക് വിദ്വേഷമുള്ള സഹോദരന്മാരുടെ മേലും സഹോദരന്മാരും ഒക്കെ ചെന്ന് വീഴട്ടെ. നമ്മളോട് പിണങ്ങിയിരിക്കുന്നവരുടെ മേലും വീഴട്ടെ. നമ്മുടെ മക്കളുടെ മേലെ 7 ഇരട്ടിയായിട്ട് ദൈവവചനം ചെന്ന് അതുപോലെ ഒഴുകട്ടെ. ഈ നദി നിൽക്കല്ല, പക്ഷെ സുനാമി പോലെ ഇത് പ്രവർത്തിച്ചിട്ട് വേണ്ടാത്തതിനെ എടുത്തു കളഞ്ഞ് വേണ്ടുന്നതിനെ ശുദ്ധീകരിച്ച് കൊണ്ടുവരുന്ന ഒരു ദൈവം ഇതാ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. നമുക്കൊരു വിളിയുണ്ട്, ദൈവത്തിലേക്ക് ആളുകളെ കൊണ്ടുവരാൻ, കർത്താവിൻ്റെ രക്ഷയിലേക്ക് ആളുകളെ കൊണ്ടുവരിക. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, എത്രയോ വിശ്വസ്തയോടെ നീ ഞങ്ങളുടെ കാര്യങ്ങൾ ചെയ്ത്, ഞങ്ങളുടെ തലമുറകളുടെ ദൈവം ഇറങ്ങി വന്ന് ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്ത് വീര്യപ്രവൃത്തി ചെയ്യുന്ന ദൈവം. നമുക്കൊരു ജോലി ഉണ്ടെന്ന് മനസ്സിലാക്കാൻ, അമ്മയുടെ ഉദരത്തിൽ ഉണ്ടാകുന്നതിന് മുൻപേ നിനക്ക് ഞങ്ങളെക്കുറിച്ചൊരു പ്ലാൻ, ഒരു പദ്ധതി, ഒരു മിനിസ്ട്രി അല്ലെങ്കിൽ ഒരു കോൾ ഉണ്ടായിരുന്നു. അതെന്തെന്ന് മനസ്സിലാക്കാതെ മരിച്ചു എന്നാൽ ഏത് കിരീടം അവരുടെ തലയിൽ വെക്കാനുള്ളത് കർത്താവേ. അതുകൊണ്ട് ഞങ്ങളുടെ ഞങ്ങളോട് കരുണ തോന്നി നീ ഞങ്ങളെ എന്തിനാണ് നിയോഗിച്ചതെന്നുള്ള ആ ഒരു സത്യം മനസ്സിലാക്കിക്കാൻ ഞങ്ങളുടെ ഹൃദയത്തോട് നീട്ടപ്പെടണമേ. കല്ലായുള്ളതും അവിശ്വാസമായ ഹൃദയം, അനുസരണക്കേടിൻ്റെ ആത്മാവ് ഞങ്ങൾ മാറിപ്പോട്ടെ. എടുത്തുകള പൂർണ്ണമായിട്ടും വേരോട് പറിച്ചു കളഞ്ഞ് പുതിയ ആത്മാവിനെ കൊണ്ട് നിറയ്ക്കണമേ. ശക്തനാവുന്ന വൻ കാര്യങ്ങൾ ചെയ്യുന്നതിനാൽ സ്തോത്രം നാഥ. തലമുറകളുടെ മേൽ നിൻ്റെ കൈ വെച്ച് കഴിഞ്ഞിരിക്കുന്നതിനാൽ സ്തോത്രം. പ്രാർത്ഥന ഒരെണ്ണം പോലും വൃഥാവായിട്ട് പോകത്തില്ല. പിച്ച കിഴക്ക് പടിഞ്ഞാറ്, വടക്കിനോട് തടുത്തു വെക്കൽ, തെക്കിനോട് കൊടുക്കുക എന്ന് പറയുന്ന ദൈവശബ്ദം ചെന്ന് കൊള്ളട്ടെ. പിച്ച രാജാക്കന്മാർ പോറ്റമയായി, രാജാക്കന്മാർ ഇവരെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം. ഞങ്ങളുടെ മക്കൾ, ഞങ്ങൾ അവരുടെ രാജ്ഞിമാർ പോറ്റമയായിട്ട് മാറണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവരുടെ മേൽ വ്യാപരിക്കണം. ദൈവത്തിൻ്റെ ആത്മാവർക്ക് ചുറ്റും പറന്നുകൊണ്ടേയിരിക്കണം. കർത്താവിൻ്റെ തേജസ്സിൽ നിന്ന് മാറുന്ന ഒരൊറ്റ കാര്യം ഇനി ഇല്ല കർത്താവെ. വാതിൽ കൊട്ടിയടച്ചു. വെളിപ്പാടിന് 3:7 പറയുന്നത് പോലെ ദാവീദിൻ്റെ താക്കോലുണ്ടും സത്യവാനുമായ ദൈവം പറയുന്നു, ഇതാ ഞാൻ നിനക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നിരിക്കുന്നു. ഞാൻ തുറക്കാത്ത വാതിൽ ഞാൻ അടയ്ക്കുകയാണ്, ഇന്ന് അടച്ചിരിക്കുന്ന കർത്താവ്. ദൈവഹിതപ്രകാരം കുഞ്ഞുങ്ങൾ നിൻ്റെ ആത്മാവിൽ നീ അവരെ കൈക്ക് പിടിച്ച് വീരനായ ദൈവം അവരെ തിരിച്ചു കൊണ്ടിരുന്ന സ്നേഹത്തിന് നന്ദിയോടെ സ്തോത്രം. തലമുറ മേലിത് സംഭവിക്കുന്ന കർത്താവ്. ഈ പ്രാർത്ഥന അയക്കുന്ന ഒന്നും വൃഥാവായിട്ട് പോകത്തില്ല. അത് ചെയ്യുന്നതിനാൽ സ്തോത്രം. പ്രവൃത്തി തുടങ്ങിക്കഴിഞ്ഞത് പൂർത്തിയായിരിക്കാൻ വിശ്വസ്തനെയാകാൻ ദൈവത്തിന് നന്ദി. സകലത്തിന് ഉത്തരം തന്ന ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്ന യേശു ക്രിസ്തുവിൻ്റെ പുണ്യ നാമത്തിൽ തന്നെ ആമേൻ.